നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഏകദേശം എല്ലാ ഫാം വിസിറ്റും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. സ്ട്രോബെറി ഫാം, കേബേജ് ഫാം, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഫ്രീ ആയിട്ട് മീൻസ് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങുമല്ലോ. അപ്പം ചെറിയൊരു ബിസിനസ്സും അവർക്ക് അതിലൂടെ നടക്കും. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. എന്തായാലും എനിവേ ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മളൊരാൾ പൊക്കി, നമ്മളോട് നേരത്തെ സംസാരിച്ച ആളില്ലേ, അയാൾ നമുക്ക് മൂപ്പരൊരു ബാക്കിക്കാരൻ തന്നെയാണ്. സ്ട്രോബെറി ഫാം, വിജി സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡ് കേട്ടോ. എന്തായാലും വണക്കം, പേരെന്നാ? വിജി. ഓക്കെ ഓക്കെ, നിങ്ങളെ ഫാമാണിത്? ഓക്കെ, എത്ര വർഷമായിട്ട്? 9 വർഷം. ഇത് തന്നെയാണ് ജീവിത വരുമാനം? ഓക്കെ ഓക്കെ. എന്തൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യണത്? മെയിൻ ആയിട്ട് പറഞ്ഞ വട്ടവട എന്ന് പറഞ്ഞ പച്ചക്കറികളാണ്. വെജിറ്റബിൾ മാർക്കറ്റ് ഇന്ത്യ. പിന്നെ ഒരു 5-6 സ്ട്രോബെറി ഫാമുകളുണ്ട്. അത് ഇത് എല്ലാരും വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാരും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 10 ഫാം ഉണ്ട് വട്ടവടയില്. എങ്ങനെ 10 ഫാം നിങ്ങൾക്ക് തന്നെ? അല്ല, ഓരോരാളുടെ. ഇത് നമ്മുടെ ഫാം. എത്ര സ്ട്രോബെറി ഫാം മൊത്തത്തിലുണ്ടാവും ഇവിടെ? 10. ഒരു 10 കൊറേ ഇനിയുമ്പോ തൈയൊക്കെ കൊറേ വെക്കും. ഇതിന്റെ സീസൺ എങ്ങനെ? ഇത് ശരിക്കും പറഞ്ഞ ജനുവരി ഫെബ്രുവരി 3 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം സീസണ്. പക്ഷെ ഈ തൈക്ക് സീസൺ ഒന്നുമില്ല. നമ്മുടെ ഫാമിലെ സീസൺ ഒന്നുമില്ല. എപ്പോഴും സ്ട്രോബെറി. ക്ലൈമറ്റ് ആവണം. അതെ, മഴയും വേണം, വെയിലും വേണം. കായ്ക്കാൻ തുടങ്ങിയ മഴ പാടില്ല, തണുപ്പ് വേണം, മഴ പാടില്ല, വെയിൽ വേണം. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടാവാത്ത? കേരളം, കോഴിക്കോട്, മലപ്പുറം. കേരളമല്ല, ഇടുക്കി ജില്ല ലാസ്റ്റ് ഭാഗമല്ലേ. മണ്ണിന്റെ വ്യത്യാസങ്ങളുണ്ടല്ലോ. പിന്നെ എന്നാണ്, ഒരു സ്ട്രോബെറി ചെടി വളർത്തുന്നത് ഒരു കുഞ്ഞിനെ പോലെ വളർത്തണം. ആരും തൊടാൻ പാടില്ല, ചെരുപ്പിട്ട് അകത്ത് കയറാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇത് നോക്കിയാൽ മാത്രമേ എപ്പോഴും നമുക്ക് സ്ട്രോബെറി പറിക്കാം. ഗൈസ്, അപ്പം അങ്ങനെ ഒരുപാട് അറിവുകൾ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഈ സ്ട്രോബെറി ഫാമിന് പ്രത്യേക തരം മണ്ണുണ്ട്, കുട്ടികളെ നോക്കി വളർത്തുന്ന പോലെ വളർത്തണമൊക്കെ. പക്ഷെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കേട്ടോ, അത്രയും നീറ്റായിട്ട് കവറ് മൊത്തം കവർ ഇട്ടിട്ട് ചെടി മാത്രം കവറിന്റെ പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് തൈ വെച്ചിട്ട് 5 മാസം. 5 മാസം ഇത് ഇനി 3 കൊല്ലത്തിന് ഒന്നും ചെയ്യണ്ട. കവർ മാത്രം മാറ്റി കൊടുക്കണം. ഇതെന്തിനാ കവർ ഇടുന്നത്? കവർ ഇടുന്നത് സ്ട്രോബെറി കേട് വരത്തില്ല, കഴ കയറി വരത്തില്ല പെട്ടെന്ന്. ഇത് കവർ ഇടുന്നത് മെയിനായിട്ട് സ്ട്രോബെറി കേട് വരത്തില്ല, പിന്നെ കഴ കയറി വരത്തില്ല പെട്ടെന്ന്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെയാണ് ഇതിന് ഈ കവർ ഇട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമേ എന്ത് നീറ്റിലാണ് ഈ സംഭവം ചെയ്തത്. ഇപ്പൊ ഈ കവർ ഇട്ടിട്ട് അതൊക്കെ ഹോൾസ് ഇട്ട്, ഇത് 1.5 റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അവിടെ വന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞു, ഈ ബ്ലാക്ക് ഇതിട്ട് കവർ ചെയ്തിട്ട് അതൊക്കെ സ്ട്രോബെറി അല്ലേ, ഇങ്ങനെ കൃഷി ചെയ്ത ഈ കവർ ഇടുന്ന ഈ സ്ട്രോബെറിക്കല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ മെയിനായിട്ട് വേറെ എന്തൊക്കെയുള്ളത്? കാബേജ്, വെജിറ്റബിൾസ് എല്ലാ സംഭവം ഉണ്ട്. കാബേജ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, പയറ്, ബീൻസ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി. സ്ട്രോബെറിക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് സീസൺ. പക്ഷെ നിങ്ങൾക്ക് ഇതിന് സീസൺ ഇല്ല. ഈ തൈക്ക് സീസൺ ഇല്ല. നോക്കി വളർത്തിയാൽ സാധനം എപ്പോഴും നിൽക്കും. ഓക്കെ. ഈ തൈ എടുത്ത് വേറെ സ്ഥലത്തില് മാറ്റി വെച്ച 3 മാസം കഴിഞ്ഞ് നമുക്ക് സ്ട്രോബെറി പറിക്കാം. ഇതിന്റെ സ്ട്രോബെറി പൂത്ത് അത് പോയിക്കുന്ന ടൈം പറഞ്ഞ എത്ര ടൈമാ? 3 മാസം. 3 മാസം തൊട്ട് നമുക്ക് പറിക്കാം, കഴിക്കാനുള്ള ലെവലെത്തും. ഓക്കെ. ഇത് നാളെ ചുമക്കും, ഇത് മറുനാൾ ചുമക്കും. അങ്ങനെയാണ് എപ്പോഴും പറിച്ചോണ്ടിരിക്കാം. ഓക്കെ. ഇവിടെ അങ്ങനെ റേറ്റ് വരുന്നത് ഇതിനിപ്പോ നിങ്ങള് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റിന് പറഞ്ഞു തരാം. ഇപ്പൊ ഓഫ് സീസൺ, അപ്പൊ നല്ല റേറ്റ് വരും. നല്ല റേറ്റ്. 1/4 കിലോ 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. 1 കിലോ 800 രൂപയ്ക്ക് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. 800 രൂപയ്ക്കാണ് തരുന്നത്. ബോക്സിൽ തരുന്നവര് 140, 150, 160 ഗ്രാം ഉണ്ട് 150 രൂപയ്ക്ക് തരുന്നത്. നമ്മൾ 1/4 കിലോ 250 ഗ്രാം അല്ലേ തരുന്നത്. 250 ഗ്രാം 200 രൂപ. ഇത് സീസൺ ടൈത്തില് 500, 300, 400. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. സ്ട്രോബെറി ഫാമിന്റെ വിജി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്കി തന്ന ചേട്ടന്റെ വൈഫാണ്. ഇവർ ഇവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ സ്ട്രോബെറി ഫാം ചെയ്യാണ്.
സീസൺ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഉള്ള അധിക സംഭവം സീസണും കാര്യങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കണ്ടിടത്തോളം ഇവിടെ സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. സ്ട്രോബെറി ഗൈസ്, സ്ട്രോബെറി. ഞാൻ ഫ്രഷ് ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഫാമിൽ നിന്ന് സ്ട്രോബെറി വാങ്ങി കഴിക്കണത്. താങ്ക് യു. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. ഇവർക്ക് കൊടുത്തില്ല കേട്ടോ. ഞാൻ തരാം. ഇല്ലല്ല, ടേസ്റ്റ് അല്ല, ഞാൻ കഴിച്ചു നോക്കും. ചേച്ചി അങ്ങോട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അതൊന്നും പറയാല്ല, സ്ട്രോബെറി എല്ലാവരും കഴിക്കുന്നതാണ്. ഒരു എന്താ പറയാ ചേച്ചിനൊന്ന് പറ. അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാല്ല. ഇത് കാണാൻ പറ്റും, നല്ല പഴുത്ത സംഭവമാണ്. ഇതിനെ സീസൺ എല്ലാഞ്ഞിട്ടും ഇത്ര ടേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? അടിപൊളി. ഇതൊക്കെ റെഡി ആക്കി ഇങ്ങനെ കഴിക്കാനുള്ള പാകത്തിന് എത്തുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ശരിക്കും അപ്രിഷിയേറ്റിംഗ്, അഭിനന്ദിക്കുന്നു ഈ ഒരു കഷ്ടപ്പാട്. അടിപൊളി കേട്ടോ, സൂപ്പർ. എന്തായാലും വട്ടവട വരുന്നവര്, എന്താ ഫാമിന്റെ പേര്? വിജി സ്ട്രോബെറി ഫാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, എന്നെ സൂചിപ്പിച്ചാൽ മതി. എൻ്റെ പേര് ഫാറൂഖ്. എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് സ്ട്രോബെറി കിട്ടും. എന്ന് ഞാൻ പറയൂല. എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ, നല്ല എക്സ്പീരിയൻസ്. ചേച്ചിയുടെ സ്പെഷ്യൽ സ്ട്രോബെറി ജാം. ഓക്കെ, ഇതൊക്കെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നതാണോ? അടിപൊളി. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ? ഓക്കെ, കണ്ടില്ലേ ഗൈസ്, ഒരു കൊട്ട സ്ട്രോബെറി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. മിസ്റ്റർ വിജി സ്ട്രോബെറി ഫാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അടിപൊളി സ്ട്രോബെറി ജ്യൂസ് ഉണ്ട്, സ്ട്രോബെറി ജാം ഉണ്ട്, ഒക്കെ ഹോം മെയ്ഡ് സംഭവമാണ് കേട്ടോ. ജാമാണ് കാണുന്നത്, ജ്യൂസ് അതിലും ടോപ്പാണ്. പിന്നെ സ്ട്രോബെറി ഫ്രഷ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പറിച്ചും തരും. പിന്നെ ഇവിടെ അവർ പറിച്ച് വെച്ചതും ഉണ്ട്. ഇത് ഒരാൾ കൈ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ തൊട്ട് വെച്ചാൽ കേടായി പോകും. ഓക്കെ. അപ്പോൾ എന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. വട്ടവട വരുന്നവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം. മെയിനായിട്ട് സ്ട്രോബെറി എന്നുള്ള ഒരു ഹൈലൈറ്റ്, സ്ട്രോബെറിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ ചേച്ചി? അല്ലേ? ബാക്കിയുള്ള പച്ചക്കറികളെന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും ഉണ്ടാവും, പക്ഷെ സ്ട്രോബെറി എല്ലാ സ്ഥലത്തും ഉണ്ടാകത്തില്ല. അങ്ങനെയാണ്. എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ്. ചേച്ചി വരാം. ഓക്കെ, ബൈ. സ്ട്രോബെറി ഒരു ജാമ് വാങ്ങി. 100 രൂപ ജാമ്, 150 രൂപ ജാമുണ്ട്. പിന്നെ സ്ട്രോബെറി ജ്യൂസ് ഉണ്ട് അല്ലേ? നല്ല അടിപൊളി ജ്യൂസ് അല്ലേ? പിന്നെ സ്ട്രോബെറി ഭയങ്കര റേറ്റ് ആട്ടോ. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ സാധനം നല്ല റേറ്റ് ഉണ്ട്. പിന്നെന്താ പറയുക, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നും വാങ്ങിക്കാതെ റേറ്റ് ഓവറാണെന്ന് പറഞ്ഞു പോയാൽ നമുക്ക് പോയി. നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം കിട്ടുകയില്ല. ഫാമിൽ പോയി പറിക്കാന്ന് പറഞ്ഞാൽ വല്ല ഉള്ളിയോ കപ്പയൊക്കെ പറിക്കേണ്ടി വരും, സ്ട്രോബെറി കിട്ടില്ല. ഇതാ ഫാം, അതാണ് വിജി സ്ട്രോബെറി ഓർഗാനിക് ഫാം, വട്ടവട. നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകാനുള്ള ബസ് എത്തി. അവിടെ തിരിച്ചിറങ്ങുകയാണ്. മൂന്നാറിലേക്ക് തന്നെ പോകണം. നമുക്കുള്ള ബസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ് എത്തിയ സമയത്താണ് നമ്മൾ കുറച്ച് ചേട്ടന്മാരെ പരിചയപ്പെടുന്നത്. അപ്പം അതിൽ ഒരാൾക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരാളെ എന്നെ കൂട്ടി നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും ബസ്സിന് കയറാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും അവരുടെ കൂടെ ബുള്ളറ്റിൽ മൂന്നാറിലൂടെ. ഓക്കെ, ചേട്ടനെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് അബ്ദുൾ റഹീം. മുഖം ഒന്ന് കാണിക്കോ? ഈ ഒരു പ്രായത്തിലും ബുള്ളറ്റിൽ അപ്രീഷിയേറ്റബിൾ. പേരെന്താ? എൻ്റെ പേര് അബ്ദുൾ റഹീം. ഓക്കെ, എവിടെ സ്ഥലം? ഓക്കെ, വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, നല്ല യൂത്ത് ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പറഞ്ഞു കേട്ടപ്പോഴൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ചിന്തിച്ചു പോയി. പേരെന്താ ചേട്ടാ? എൻ്റെ പേര് റൈസൺ. എറണാകുളമാണ്. നിങ്ങളോ? ഒക്കെ യൂട്യൂബേഴ്സിന്റെ വ്ളോഗ് കാണുന്നവരാണ്. സ്വീറ്റ് ഭക്തൻ, കേരളീയൻ, ഹിച്ചേക്കിംഗ് നോമാഡ്, മാഹിന, നിന്നൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. പേരെന്താ? സുനിൽ. എറണാകുളം. ഓക്കെ, അപ്പോൾ ഞാനിനി ഇവരെ കൂടെ നേരെ മൂന്നാറ്, പിന്നെ ബാക്കി അതിന് ശേഷമുള്ളത് കാണിച്ചു. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പെർമിറ്റ് ഇല്ല. ഞാൻ അവിടെ പോയി വീഡിയോ എടുത്ത് എന്നെ പൊക്കി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും അത് വലിയ സംഭവം ഒന്നുമല്ല. അവിടെ വേറെ കുറച്ച് കപ്പിൾസ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻട്രി റെസ്ട്രിക്റ്റഡ്, ട്രിപ്പാസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് ബോർഡറിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നതിന് പിടിച്ച് ചൂടായിട്ടോ, മോശമായിപ്പോയി. എന്തായാലും ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ളോട്ട് ട്രക്കിംഗ് ഉണ്ട്. പെർ പേഴ്സൺ ടിക്കറ്റ് വരുന്നത് 300 രൂപ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്.
പഴയ കൊടൈക്കനാൽ പോയ റൂട്ടാണിത്. പക്ഷെ ഇപ്പോൾ ഈ റൂട്ട് നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ പാർക്കിൻ്റെ എന്തോ ഒരിതാണ് പറഞ്ഞത്. പക്ഷേ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു ട്രക്കിങ് വിത്ത് ഗൈഡ് നമുക്ക് പോകാൻ പറ്റും. എന്തായാലും അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാ വട്ടവട ഗ്രാമപഞ്ചായത്ത് ദ വിൻഡർ വെജിറ്റബിൾ വില്ലേജ്. അടിപൊളി അടിപൊളി ഇതാണ്. കിട്ടില്ല സീനിയറാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന റൂട്ടാണ്, നമുക്ക് ആ റൂട്ടാണ് പോകാനുള്ളത്. പക്ഷേ ഇവിടെ എങ്ങനെ നിങ്ങൾ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവർ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടേനു. അപ്പം പോകുമ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഉസ്താദ് ഹോട്ടൽ KL46 മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അടിപൊളി. നോക്ക് എൻ്റെ അളിയ വിഷയം. രണ്ട് ബുള്ളറ്റാണ് കേട്ടോ. ഒന്ന് 80 മോഡൽ ബുള്ളറ്റ്, പിന്നെ ഇതേതാ മോഡല്? 14 13 പുതിയ മോഡലാണുള്ളത്. പക്ഷെ ഇത് കുറച്ച് 18 മോഡല്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വന്ന് ഓരോ സ്ഥലത്ത് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ബൈക്കിലായതുകൊണ്ടാണ് ഇവിടെ നിർത്തിയതും കാണാൻ പറ്റിയതും. നേരെ മറിച്ച് ഞാൻ ഇവിടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി നടന്നോ ലിഫ്റ്റ് അടിച്ചോ പോകേണ്ടി വരും. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കിഡ്ലൻ വ്യൂ, ഒന്നും പറയാനില്ല. ശരിക്കും അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം അനുവദിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. കം ഓൺ, ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് തോന്നുന്നത് മൂന്നാർ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൻദേവൻ ടീ പ്ലാന്റേഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു ഫാക്ടറിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ജോലിക്കാർ, ഒരുപാട് ഫാക്ടറികൾ മൂന്നാർ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൻദേവൻ്റെ ആയിരിക്കും. അവിടുത്തെ ഫാക്ടറീൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ടീ അവിടെ നിന്ന് കിട്ടും. സ്പോട്ടിൽ അവർ തരുന്ന ടീ, കോഫി എല്ലാ സംഭവവും കിട്ടും. അവിടെ ഭയങ്കര റഷായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. മഴ ആയതുകൊണ്ട് തന്നെ ഓൺ വോയിസിൽ ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു ലോങ് റേഞ്ച് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. മൂന്നാർ പോകുന്നവർ മിസ് ചെയ്യരുത്. നമ്മൾ തിരിച്ചിറങ്ങുന്ന റൂട്ടാണ് മൂന്നാറിന് അടിമാലി പോകുന്ന റൂട്ടാണ്. അത് തിരിച്ചിറങ്ങാണ്. സോ നമ്മൾ ഇവരെ കൂടെ തന്നെ കേട്ടോ. മറ്റു രണ്ട് ആൾക്കാർ പാസ് ചെയ്ത് പോയി. നമ്മൾ രണ്ടുപേരും ഒറ്റക്കായി. ഇതാ അവർ നമ്മൾ ഒഴിവാക്കി പോയി. നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഞാൻ പറഞ്ഞു ഇതൊരു ഫീലാണ് ഈ സൗണ്ട്. അത് നമ്മൾ ഇവിടെ നിർത്തി ഇവിടെ തന്നെ ഔട്ട്ഡ്രോ പറയാമെന്ന് വിചാരിച്ചത്. അടിപൊളിയല്ലേ? എന്തായാലും വേറത്തിനൊരു വൈബായിരുന്നു കേട്ടോ. കാടിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സംഭവം. അതിന് ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഫീലാണ്. ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുമ്പം അല്ലേക്കാ അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സൗണ്ടാണ്. വല്ലാത്തൊരു വൈബ്. ആരുമില്ല, വണ്ടികളടക്ക് പോയാൽ പോയി, അങ്ങനത്തെ ഒരു ഇതാണ്. അതെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മൂന്നാർ വീഡിയോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ അവസാനിക്കുന്നു. എന്തായാലും മൂന്നാറെങ്കിൽ ലോ ബഡ്ജറ്റിൽ എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മളെ അപ്കമിങ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആരെങ്കിലുമൊക്കെ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ.